Welcome to Helpora Learning. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഖുർആനെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുകളെക്കുറിച്ചാണ്. ഖുർആൻ എന്നാൽ അല്ലാഹുവിന്റെ വചനമാണ്. ഖുർആന്റെ ഭാഷ അറബിയാണ്. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം വായിക്കപ്പെടുന്നത് എന്നാണ്. അവതരിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആദ്യം അവതരിച്ചത് ജബലുനൂരിലെ ഹിറാ ഗുഹയിൽ വെച്ചാണ്. റമദാൻ മാസത്തിലാണ് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. ലൈലത്തുൽ ഖദർ എന്ന രാവിലാണ് ഖുർആൻ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. ഈ രാവ് 1000 മാസത്തേക്കാൾ ഉത്തമമായ രാവ് എന്നറിയപ്പെടുന്നു. ഇറക്കപ്പെട്ടത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേനയാണ്. ഖുർആന്റെ മറ്റു പേരുകൾ അൽ ഫുർഖാൻ, അദ്ദിഖർ, അന്നൂർ, അൽ ഹുദ, അൽ കിതാബ്. ആദ്യം അവതരിച്ച ആയത്തുകൾ സൂറത്തുൽ അലഖിലെ ആദ്യ 5 ആയത്തുകൾ. بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ആദ്യം അവതരിച്ച സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്ത് ഉമ്മുൽ ഖുർആൻ, അസാസുൽ ഖുർആൻ എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. ഖുർആനിലെ 114 സൂറത്തുകളുണ്ട്. ആകെ 6236 ആയത്തുകളുണ്ട്. ഖുർആൻ ഒന്നാമതായി മനപാഠമാക്കിയ വ്യക്തി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഗ്രന്ഥരൂപത്തിൽ ആദ്യമായി ക്രോഡീകരിച്ചത് 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുയാണ്. ആദ്യമായി മുസ്ഹഫുകളാക്കിയത് 3-ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുയാണ്. അവതരണ കാലഘട്ട പ്രകാരം രണ്ടാക്കി തിരിച്ചിരിക്കുന്നു. മക്കി, ഹിജ്റക്ക് മുൻപുള്ള 86 സൂറകളാണ് അവ. ഏകദേശം 13 വർഷക്കാലം കൊണ്ടാണ് മക്കി സൂറകൾ അവതരിച്ചത്. മദനി, ഹിജ്റക്ക് ശേഷമുള്ള 28 സൂറകൾ. ഏകദേശം 10 വർഷക്കാലം കൊണ്ടാണ് മദനി സൂറകൾ അവതരിച്ചത്. ഖുർആനിൽ 30 ജുസ് ആണ് ഉള്ളത്. ഏറ്റവും കുറവ് സൂറത്തുള്ളത് 2-ാം ജുസിലാണ്. സൂറത്തുൽ ബഖറ മാത്രമാണ് ഈ ജുസിൽ ഉള്ളത്. ഏറ്റവും കൂടുതൽ സൂറകളുള്ളത് 30-ാം ജുസിലുമാണ്. 37 സൂറകൾ ഉൾക്കൊള്ളുന്നു ഈ ജുസിൽ. അതുപോലെ 60 ഹിസ്ബുകളാക്കി തിരിച്ചിരിക്കുന്നു. ഖുർആനിൽ 25 നബിമാരെ പരാമർശിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ 136 പ്രാവശ്യം പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാമാണ്. ഖുർആനിലാകെ 114 ബിസ്മിയാണ് ഉള്ളത്. ഖുർആൻ പാരായണ നിയമങ്ങളെ തജ്വീദ് എന്ന് പറയുന്നു. ഇനി നമുക്ക് സൂറത്തുകളെക്കുറിച്ച് പഠിക്കാം. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് 286 ആയത്തുള്ള സൂറത്തുൽ ബഖറ ആകുന്നു. അതുപോലെ ഏറ്റവും ചെറിയ സൂറത്ത് 3 ആയത്തുള്ള സൂറത്തുൽ കൗസർ ആകുന്നു. ബിസ്മിയില്ലാത്ത സൂറത്ത് സൂറത്ത് തൗബ ആണ്. എന്നാൽ 2 ബിസ്മിയുള്ള സൂറത്ത് സൂറത്ത് നംൽ ആണ്. അല്ലാഹുവിന്റെ പേരിലുള്ള സൂറകൾ ഫാദ്വിർ, ഗാഫിർ, അർ-റഹ്മാൻ, അൽ ആല എന്നിവയാണ്. യൂസുഫ്, ഹൂദ്, യൂനുസ്, ഇബ്രാഹിം, മുഹമ്മദ്, നൂഹ് എന്നിവയാണ് പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറകൾ. ഖുർആനിൽ പരാമർശിച്ച ഏക സ്ത്രീ നാമവും സൂറത്തും സൂറത്തുൽ മറിയമാണ്. രാജ്യങ്ങളുടെ പേരിലുള്ള സൂറകൾ റൂം, സബ എന്നിവയാണ്. എല്ലാ ആയത്തുകളിലും അല്ലാഹു എന്ന് പരാമർശിക്കുന്ന സൂറത്ത് സൂറത്തുൽ മുജാദല ആണ്. ഫാ ഇല്ലാത്ത സൂറത്ത് ഫാത്തിഹ ആണ്. മീം ഇല്ലാത്ത സൂറത്ത് കൗസർ ആണ്. താ ഇല്ലാത്ത സൂറത്ത് ഖുർആന്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് ആണ്. മുഅവ്വിദതൈനി എന്നറിയപ്പെടുന്നത് സൂറത്തുൽ ഫലഖും നാസുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് സൂറത്ത് ത്വാഹ കേൾക്കാനിടയായതുമൂലമാണ്. ഇനി ആയത്തുകളെക്കുറിച്ച് കുറച്ച് നമുക്ക് നോക്കാം. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ബഖറയിലെ 285-ാം ആയത്തായ ആയത്തുൽ കുർസിയ്. ഏറ്റവും വലിയ ആയത്തും ബഖറയിലെ തന്നെ കടത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന 282-ാം ആയത്തായ ആയത്തുദൈനാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മക്കയുടെ മറ്റു പേരുകൾ
ബക്ക, ഉമ്മുൽ ഖുറ, ബലദുൽ അമീൻ എന്നിവയാണ്. ഖുർആൻ പേരെടുത്ത് ശപിച്ച ഏക വ്യക്തി അബൂലഹബ് ആണ്. ഖുർആനിൽ പരാമർശിച്ച ഏക സഹാബി സയ്യിദ് ബിൻ ഹാരിദയാണ്. ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ ഓതുമ്പോൾ സുജൂദ് ചെയ്യാറുണ്ട്. ഇതിനെ സുജൂദ് തിലാവ അഥവാ ഓത്തിൻ സുജൂദ് എന്നറിയപ്പെടുന്നു. ഖുർആനെ സംബന്ധിച്ച ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ഇനി ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. Thanks for studying with us today. If you enjoyed this class, please subscribe and join our learning community. And don't forget to drop your questions or thoughts in the comments. Let's grow together. See you soon.